ബ്രെയിൻ ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഹെൽത്തി ഓപ്ഷൻ നോക്കുന്നവർക്ക് നല്ലൊരു ഇടിയപ്പം കാണിച്ചു തരാം. റാഗി ഇടിയപ്പമാണ്. റാഗി നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനായിട്ട്. അപ്പം നമുക്ക് റാഗി ഇടിയപ്പം ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തിളച്ച വെള്ളം വേണേ. 1 കപ്പ് റാഗിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാ ഇടിയപ്പത്തിനൊക്കെ തേച്ച് കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ കുഴച്ചെടുക്കാം. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്ത് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാവേ. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ കുഴച്ചെടുക്കാം. ഞാനിവിടെ ഡയറ്റ് ആയതുകൊണ്ട് നെയ്യ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന തട്ടിലേക്ക് കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങ എടുക്കുന്നില്ല. എന്നിട്ട് നമ്മൾ സാധാ ഇടിയപ്പമൊക്കെ പിഴിഞ്ഞ് വെക്കുന്ന പോലെ പിഴിഞ്ഞ് വയ്ക്കാം. ലാസ്റ്റ് കുറച്ച് മാവ് ബാക്കി വന്ന് ഞാനത് ഉരുട്ടി വെച്ച് കേട്ടോ. 7 ഇടിയപ്പമാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് ഈ 1 കപ്പ് മാവിൽ. എന്നിട്ട് നമുക്ക് ആവി കയറ്റി എടുക്കാം. ഒരു 5 മിനിറ്റ് മതി, പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഇതാ ഇടിയപ്പമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഇടിയപ്പം ഇനി നേരെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ രാവിലെ കുടിക്കുന്നത് ഗ്രീൻ ടീ ആണ് കേട്ടോ. വെള്ളം തിളപ്പിച്ച് ഗ്രീൻ ടീ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടച്ച് വെക്കും. അപ്പോൾ നമുക്ക് ഗ്രീൻ ടീയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പം 2 എണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ. ഇന്ന് ഇടിയപ്പത്തിൻ്റെ കൂടെ ചിക്കൻ കറിയാണ് എടുത്തത്. മുട്ടക്കറിയോ കടലക്കറിയോ ഒക്കെ അടിപൊളിയാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും എടുക്കാൻ നോക്കണം. പിന്നെ നമ്മൾ ഒരു റോബസ്റ്റാപ്പഴം എടുത്തു, കുറച്ച് നട്ട്സും സീഡ്സും എടുത്തു കേട്ടോ. ആൽമണ്ടോ വാൾനട്ടോ ആണ് നമുക്ക് ഏറ്റവും നല്ലത്. ഞാൻ വാൾനട്ടാണ് 2 എണ്ണം എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് സീഡ്സും, പിന്നെ നമ്മുടെ ഗ്രീൻ ടീ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.